ഈ വാഹനം നിങ്ങൾ കണ്ടോ? ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻറ്റിൻ്റെ ടീം ഏവർത്ത് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ പ്രാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം RTOയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും RTOയുടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് RTO ബിജു സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പത്തനാപുരത്ത് വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റ് ഇല്ല. ഇത് നിങ്ങൾ നോക്കിക്കോ, ഈ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല. പിറകിൽ ബൂമർ എന്ന് മാത്രമാണ് നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബോർഡ് എന്ന് വെച്ചാൽ ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ കളർ ആൾട്ടർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സൗണ്ട് ആൾട്ടറേഷൻ, അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്ന കണ്ടോ, വളരെ തിക്കായ ശേഷം മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഫിലിം നിങ്ങൾ നോക്കി. ഇതുപോലെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത്. 10-21 വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത്. അതിൽ വേറെ 2-3 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അവർ മാറി. ഇതിപ്പോൾ നമ്മൾ പിടിച്ച് പത്തനാപുരം സ്റ്റേഷനിൽ കൊണ്ടിട്ടേക്കുകയാണ്. ഇതുപോലുള്ള ധിക്കാരപരമായ കുട്ടികളുടെ പെരുമാറ്റമാണ് ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നൊരു സന്തോഷം കൂടിയാണ്. ഈ വാഹനം ഇവിടെ പിടിച്ചിട്ടതിൻ്റെ ലക്ഷ്യം തന്നെയും ഈ ചാനലിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവുകയും ഈ വാഹനം അപകടകരമായ രീതിയിൽ ഓടുന്നത് ഇന്നലെ മേവറത്ത് വെച്ച് ഞങ്ങളുടെ ടീം കാണുകയും RTOയെ ധരിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവരെ പിടികൂടിയത്. ലൈസൻസ് ഉണ്ട്. അത് മാത്രമല്ല, തുടർന്ന് ഈ വാഹനം ഓടിച്ചു വന്ന ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ RTOയ്ക്ക് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതുമാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന് നമ്മൾ ഈ ലൈസൻസ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അല്ല, വാഹനം നമ്മൾ പിടിച്ച് നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ ഇവർ വാഹനം എടുത്തോണ്ട് ഓടാൻ ശ്രമിച്ചു. പിന്നെ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ തന്നെ സ്റ്റാർട്ടായില്ല. അത് കാരണം നമ്മൾ കിട്ടി. അവന് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു വെപ്രാളത്തിൽ കയറിയതായിരുന്നു. താക്കോല് തന്നില്ലായിരുന്നു. അവർ സമീപനം വെച്ചാൽ കുട്ടികളല്ലേ, അവർക്ക് അത്ര അങ്ങ് വികാരഭരിതരായി അവർ സംസാരിച്ചു. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല. കാരണം കുട്ടികളല്ലേ, അവർക്ക് അവരുടെ ഒരു പ്രായത്തിൻ്റെതായ ഇതുകൊണ്ടാവാം അത് മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവർക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ വാഹനത്തിനകത്ത് ഒഫൻസുകളെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയും ഇത് പോലീസ് കസ്റ്റഡി സൂക്ഷിക്കാൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസും ഇതിനെതിരെ കേസെടുക്കുന്നുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. ഇതുപോലുള്ള വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്പറില്ല. ഏതെങ്കിലും ഒരു കാൽനട യാത്രക്കാരനെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ യാതൊരു മാർഗ്ഗവുമില്ല. ഞാൻ തന്നെ നമ്മുടെ സ്ക്വാഡ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതാണ് കൊല്ലത്ത് വെച്ചിട്ട്. അപ്പോഴും നമുക്ക് വാഹനം കണ്ടെത്താൻ നോക്കിയപ്പോൾ ഈ ബൂമർ എന്നുള്ള ഇത് മാത്രമേ ഉള്ളായിരുന്നു. അത് വെച്ചിട്ട് നമ്പർ ഇല്ലാത്തത് കാരണം നമുക്ക് നമ്പർ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ പൊതുജനങ്ങൾ ആരെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിലോ എന്തിനായാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് മൊത്തം ഭീഷണിയാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ. അപ്പം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കർശന നിർദ്ദേശമുണ്ട് ഇതേപോലുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന്. നമ്പർ പ്ലേറ്റിന് പകരം ബൂമർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റേ ഇല്ല. വാഹനത്തിൻ്റെ യഥാർത്ഥ നമ്പർ KL10 AW. ഈ നമ്പർ പ്ലേറ്റ് എന്താ ഇപ്പോൾ? വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഇതിനകത്തുണ്ട്. വാഹനത്തിനകത്താണ് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും RC ഓണർക്കെതിരെ നടപടി വരും. വാഹനത്തിൻ്റെ യഥാർത്ഥ നമ്പർ KL10 AW 8321 എന്നതാണ് വാഹനത്തിൻ്റെ യഥാർത്ഥ നമ്പർ. ഇതിപ്പം പത്തനാപുരം സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വാഹനം. ഡ്രൈവറേയും കൂടെ ഡ്രൈവർ വണ്ടി നമ്മൾ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ ഡ്രൈവറേയും കൊണ്ടാണ് വന്നത്. ഡ്രൈവറേയും കൂടെ വണ്ടിയിൽ കൊണ്ട് ഇവിടെ വന്നു വാഹനം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിന് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് RTOയ്ക്ക് കൊടുക്കും. സാറ് അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കും. RC ക്യാൻസലേഷൻ പോലുള്ള നടപടികൾ എന്തായാലും വരും. മേഡം, ഈ ആരുമില്ല സമിതി വണ്ടിക്കകത്ത് വിളിച്ചു ഉണ്ടെങ്കിൽ അവനെ വിളിക്കണം. അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അതോറിറ്റി വിളിച്ചില്ല. ഇപ്പൊ വണ്ടി എടുത്തപ്പോൾ ഞാൻ അതോറിറ്റി വിളിച്ചാൽ വണ്ടിക്കകത്ത് കയറ്റി. അതോറിറ്റി വിളിച്ചാൽ വണ്ടിക്കകത്ത് പൈസ അങ്ങനെ റൂളില്ല. അങ്ങനെ റൂളില്ല. ഞങ്ങൾ കുറെ നിയമം പിടിക്കുന്ന ആൾക്കാർ. എന്റെ വണ്ടിയിലെ പൈസ ഉണ്ടോ സാറിന് അറിയാം. ഞാനിപ്പോ ഇല്ലായിരുന്നല്ലോ. വണ്ടി എടുത്തോണ്ട് വന്നത് 3 ദിവസം പറയട്ടെ മാഡം. വണ്ടി 3 ദിവസത്തെ എഗ്രിമെന്റേ ഉള്ളൂ. സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനം മാറ്റി വണ്ടിയുടെ കളർ മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ മീഡിയാസിനെ വിളിച്ചത് നിങ്ങളുടെ പ്രൊമോഷൻ
നിങ്ങളുടെ പ്രൊമോഷൻ മാത്രം നിങ്ങൾ ചെയ്തു. അറിയോ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുക, നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ വരും. നിങ്ങൾ ഇപ്പൊ ചെയ്തേക്കുന്നത് അത് ശ്രദ്ധിച്ചോണ്ട് വന്നിരിക്കും. ഈ വണ്ടിയുടെ പ്രശ്നം അതല്ല. ഞാൻ ഈ കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന് അവിടെ വേറെ വണ്ടിയിൽ ഇടിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വാർത്തയായി കിടന്ന സാധനമാണ്. ഇത് വണ്ടി ഇന്ന് അത്യാവശ്യമായിട്ട് പിടിക്കണമെന്ന് പറയുന്ന വണ്ടിയാണ്. അല്ലാതെ കണ്ട് മീഡിയയെ പിടിച്ച് വാർത്തയാക്കിയതൊന്നുമല്ല. ഞങ്ങൾ ഈ ആവശ്യങ്ങൾ നിങ്ങളെല്ലാം ഓടി വരണം. ഞങ്ങൾ കുറെ ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഓടി വരണം. പല പോലീസ് സ്റ്റേഷനിലെ വിഷയങ്ങളും MVD ഓഫീസിലെ വിഷയം, കൊട്ടാരക്കര MVD ഓഫീസിലെ വിഷയങ്ങളും എല്ലാം ഞങ്ങളും വിളിക്കും. ഞാനും വണ്ടിയും കൊണ്ട് നടക്കുന്ന ഒരുത്തരം ഞാനും വിളിക്കും. അന്നേരം നിങ്ങളെല്ലാം ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളെല്ലാം വരണം എൻ്റെ മുന്നിൽ. അല്ലല്ല നിങ്ങളെല്ലാം വരണം. വീഡിയോ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ വണ്ടി ഇടിച്ചിടാൻ പോയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപിടിക്കാൻ. പള്ളിയുടെ അടുത്ത് നോക്കിയോ, ഈ ചേച്ചിയുടെ വണ്ടി കാല് കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഈ സാർ അവിടെ വണ്ടിക്കകത്ത് കയറിയിരുന്നു കുറെ വട്ടം അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട്. പിന്നെ ഇവർ എന്റെ കാലം കൂടെ വണ്ടി കയറി, ഞാൻ എടുത്ത് കൊണ്ടുപോയി. ഇവർ എന്റെ വണ്ടി കൊണ്ടുപോയി ഡ്രൈവിസിന് കയറിയില്ലേ, അതിനെട്ടാ ഇവര് കാണിച്ചേ. നിങ്ങളുടെ വണ്ടി ഒന്നല്ലേ പറഞ്ഞേ, നിങ്ങളുടെ വണ്ടി നല്ല പറഞ്ഞേ, ആ വണ്ടി കാലേ കയറി പറഞ്ഞേ.